ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൊഡ്യൂൾ 1 വൊക്കാബുലറിയിലെ യൂണിറ്റ് 5 ആണ്. കഴിഞ്ഞ യൂണിറ്റുകളിലെ പോലെ തന്നെ ഇവിടെയും ഒരു പാസേജ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പുറത്തു നിന്നുള്ള ചോദ്യങ്ങളും കാണാം. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ അതികായനായ സത്യജിത് റായിയുടെ അവർ ഫിലിംസ് ദെയർ ഫിലിംസ് എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്ന പാസേജ്. ആദ്യം നമുക്ക് പാസേജ് ഒന്ന് പരിശോധിക്കാം. കാസ്റ്റിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ നേരെ ഷൂട്ടിംഗ് ജോലിയിലേക്ക് കടക്കാൻ ഞാൻ തയ്യാറെടുക്കും. സിനിമയിലെ ഓരോ കഥാപാത്രത്തിനും വേണ്ട ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കൽക്കട്ടയിലെ സ്റ്റുഡിയോസ് ഭിത്തിയിലെ എല്ലാ വിള്ളലുകളിലും അതുപോലെ തന്നെ സീലിങ്ങിനെ, അതായത് മച്ചിനെ മൂടുന്ന ക്യാൻവാസിൻ്റെ എല്ലാ കീറിയ ഭാഗങ്ങളിലും അവയുടെ പാവനമായ ഭൂതകാലത്തെ കാണിക്കുന്നു. മേൽക്കൂരയിലെ കഴുക്കോലുകൾക്കിടയിൽ വസിക്കുന്ന ചില എലി കുടുംബങ്ങൾ ഈ വ്യവസായം സ്ഥാപിച്ചതു മുതൽ അവിടെ ജീവിക്കുന്നവയാണ്. തറയിലൊക്കെ കുഴികളാണ്. ക്യാമറ തിരിയുമ്പോൾ കരയുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയാൻ തുടങ്ങുന്നു. പൊതുവെയുള്ള വൃത്തിഹീനമായ അന്തരീക്ഷം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. എങ്കിലും ഞാൻ ഇവയൊന്നും ഒട്ടും കാര്യമാക്കാറില്ല. ഇവയൊന്നും തടസ്സങ്ങളായി ഞാൻ കരുതാറില്ല. എന്തൊക്കെയായാലും ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. അത് നന്നായി ചെയ്യണോ അതോ മോശമായി ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ളതാണ്. സാധന സാമഗ്രികളുടെ കുറവാണ് നമ്മളെ ചെലവ് കുറയ്ക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നത്. അതുതന്നെയാണ് കലാവാസനയെ അതിൻ്റെ അന്ത്യത്തിലെത്താതെ തടഞ്ഞു നിർത്തുന്നതും. മോശം അവസ്ഥയും ഇല്ലായ്മയും നിറഞ്ഞ പരിതസ്ഥിതിയിൽ സൗന്ദര്യം സൃഷ്ടിക്കുക എന്നതിൽ ശരിക്കും എക്സൈറ്റിംഗ് ആയ എന്തോ ഒന്നുണ്ട്. അതായത് ആവേശം പകരുന്ന എന്തോ ഒന്നുണ്ട്. അതെ, ഞാൻ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇത്രയുമാണ് പാസേജ്. ഇനി എക്സസൈസസിലേക്ക് കടക്കാം. 1. പ്ലഞ്ച് ഹെഡ്ലോങ് ഇൻറ്റു മീൻസ് ഡാഷ്. പ്ലഞ്ച് ഹെഡ്ലോങ് ഇൻറ്റു എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം: ഒരു കാര്യത്തിലേക്ക് നേരെ കടക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കടക്കുക എന്നാണ് പ്ലഞ്ച് ഹെഡ്ലോങ് ഇൻറ്റു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ, ഡൈവ് ഇൻറ്റു വാട്ടർ, വെള്ളത്തിലേക്ക് ചാടുക. ഓപ്ഷൻ ബി, ബാങ് യുവർ ഹെഡ്, തലയിടിക്കുക. ഓപ്ഷൻ സി, ടു ഗെറ്റ് ഫുള്ളി ഇൻവോൾവ്ഡ്, പൂർണ്ണമായും ഏർപ്പെടുക അല്ലെങ്കിൽ മുഴുകുക. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്, മേൽപ്പറഞ്ഞവയൊന്നുമല്ല. പാസേജിലെ സന്ദർഭത്തിൽ കാസ്റ്റിംഗ് കഴിഞ്ഞ് നേരെ ഷൂട്ടിങ്ങിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായും ഷൂട്ടിംഗ് എന്ന ജോലിയിൽ മുഴുകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി, ടു ഗെറ്റ് ഫുള്ളി ഇൻവോൾവ്ഡ്. 2. ഹാലോഡ് ഈസ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ഡാഷ്. ഹാലോഡ് എന്ന വാക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അർത്ഥമുള്ള വാക്ക്. ഹാലോഡ് എന്നാൽ പാവനമായ അല്ലെങ്കിൽ ദിവ്യമായ എന്നാണ്. ഓപ്ഷൻ എ, ഹോളി, ദിവ്യമായ, പാവനമായ. ഓപ്ഷൻ ബി, ഹോളോ, പൊള്ളയായ. ഓപ്ഷൻ സി, ഏൻഷ്യൻ്റ്, പ്രാചീനമായ. ഓപ്ഷൻ ഡി, അൺനോൺ, അറിയാത്ത അല്ലെങ്കിൽ അജ്ഞാതമായ. ആൻസർ ഓപ്ഷൻ എ, ഹോളി. 3. ഡാഷ് ഈസ് എ സിനണിം ഫോർ ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് എന്ന വാക്കിൻ്റെ പര്യായം. ക്രിയേറ്റീവ് എന്നാൽ സർഗാത്മകമായ അല്ലെങ്കിൽ സൃഷ്ടിപരമായ, അതായത് പുതിയത് സൃഷ്ടിക്കാൻ കഴിയുന്ന എന്നാണ് അർത്ഥം. പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന എന്നർത്ഥം വരുന്ന ഇൻവെൻറ്റീവ് എന്ന വാക്കാണ് ആൻസർ. 4. അനദർ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് ഈസ് ക്ലോസ് ഇൻ മീനിങ് ടു ഷാബിനെസ് ഈസ് ഡാഷ്. ഷാബിനെസ് എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് സമാനമായ അർത്ഥം വരുന്ന പാസേജിലുള്ള മറ്റൊരു വാക്ക്. വൃത്തിഹീനമായ അല്ലെങ്കിൽ അലങ്കോലമായ അവസ്ഥയ്ക്കാണ് ഷാബിനെസ് എന്ന് പറയുന്നത്. ഇതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കും ഈ പാസേജിലുണ്ട്. അതാണ് ഷോഡിനെസ്. 5. പ്രൈവേഷൻ ഈസ് എ വേർഡ് റിലേറ്റഡ് ടു ഡാഷ്. പ്രൈവേഷൻ എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇല്ലായ്മ എന്നാണ് പ്രൈവേഷൻ്റെ അർത്ഥം. ഓപ്ഷൻ എ, പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. ഓപ്ഷൻ ബി, പ്രൈവസി, സ്വകാര്യത. ഓപ്ഷൻ സി,
പൈറസി, മോഷണം അല്ലെങ്കിൽ കടൽ കൊള്ള. ഓപ്ഷൻ ഡി ഡെപ്രിവേഷൻ, ഇല്ലായ്മ അല്ലെങ്കിൽ മോശം അവസ്ഥ. ആൻസർ ഓപ്ഷൻ ഡി ഡെപ്രിവേഷൻ. 6. ടാറ്റേഡ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ടാറ്റേഡ് എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടാറ്റേഡിൻ്റെ അർത്ഥം കീറിയ എന്നാണ്. തുണിയുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ പേപ്പർ, ഓപ്ഷൻ ബി ക്ലോത്ത്, തുണി, ഓപ്ഷൻ സി നോയിസ്, ഒച്ച അല്ലെങ്കിൽ ശബ്ദം, ഓപ്ഷൻ ഡി മ്യൂസിക്, സംഗീതം. ആൻസർ ഓപ്ഷൻ ബി ക്ലോത്ത്. 7. The word opposite in meaning to the word pitted is dash. pitted എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വാക്ക്. കുഴികൾ നിറഞ്ഞ എന്നാണ് പിറ്റഡിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ സ്മൂത്ത്, മിനുസമുള്ള, അതായത് റഫ് അല്ലാത്ത. ഓപ്ഷൻ ബി റഫ്, പരുക്കനായ. ഓപ്ഷൻ സി ഫുൾ ഓഫ് ഹോൾസ്, ദ്വാരങ്ങൾ നിറഞ്ഞ. ഓപ്ഷൻ ഡി ക്ലീൻ, വൃത്തിയുള്ള. പാസേജിൽ കുഴികൾ നിറഞ്ഞ സ്മൂത്ത് അല്ലാത്ത തറയെ കാണിക്കാനാണ് പിറ്റഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ സ്മൂത്ത്. 8. ദി ആൻറ്റണിം ഓഫ് ദ വേർഡ് എക്കണോമിക്കൽ ഈസ് ഡാഷ്. എക്കണോമിക്കൽ എന്ന വാക്കിൻ്റെ ആൻറ്റണിം, അതായത് ഓപ്പോസിറ്റ്, ചെലവ് കുറഞ്ഞ എന്നാണ് എക്കണോമിക്കലിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ ചീപ്പ്, വില കുറഞ്ഞ. ഓപ്ഷൻ ബി പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായ. ഓപ്ഷൻ സി ഇൻഎക്സ്പെൻസീവ്, ചിലവ് കുറഞ്ഞ. ഓപ്ഷൻ ഡി എക്സ്പെൻസീവ്, ചിലവേറിയ. ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി എക്സ്പെൻസീവ്. 9. ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് കറക്റ്റ്ലി ഈസ് ഡാഷ്. ശരിയായ സ്പെല്ലിംഗ് ഉള്ള വാക്ക്. തന്നിരിക്കുന്ന വാക്കുകളിൽ ഓപ്ഷൻ ബി ഷോഡിനസ് മാത്രമാണ് ശരി. ആൻസർ ഓപ്ഷൻ ബി ഷോഡിനസ്. ബാക്കിയുള്ള വേർഡ്സിൻ്റെ ശരിയായ സ്പെല്ലിംഗ് കൂടെ പരിശോധിക്കുക. 10. ദ വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് റോങ്ലി ഈസ് ഡാഷ്. തെറ്റായ സ്പെല്ലിംഗ് ഉള്ള വാക്ക്. ഇവിടെ ഒരേ ഒരു വാക്ക് മാത്രമാണ് തെറ്റായ സ്പെല്ലിംഗ് ഉള്ളത്. അത് ഓപ്ഷൻ സി ഹിൻഡ്രൻസ് ആണ്. HINDRANCE എന്നതാണ് ശരിയായ സ്പെല്ലിംഗ്. ഇത്രയുമാണ് എക്സസൈസസ്. ഇനി പ്രാക്ടീസ് എക്സസൈസസിലേക്ക് കടക്കാം. ഇറ്റാലിക്സിലുള്ള വാക്കുകളുടെ സിനണിം അഥവാ പര്യായം കണ്ടെത്തുക. 1. ഇറ്റ് വാസ് ഹിലേറിയസ് ടു സീ ഹിം വാക്ക് അറൗണ്ട് വിത്ത് എ ഫെദർ ഇൻ ഹിസ് ഹെയർ. മുടിയിൽ ഒരു തൂവലുമായി അവൻ നടക്കുന്നത് കാണാൻ ഹിലേറിയസ് ആയിരുന്നു. ഹിലേറിയസ് എന്ന വാക്കാണ് ഇവിടെ ഇറ്റാലിക്സിലുള്ളത്. തമാശ നിറഞ്ഞ, രസകരമായ എന്നൊക്കെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ ക്രൂവൽ, ക്രൂരമായ. ഓപ്ഷൻ ബി ഫണി, തമാശ നിറഞ്ഞ. ഓപ്ഷൻ സി ഹിലി, കുന്നുകളുള്ള. ഓപ്ഷൻ ഡി കൈൻഡ്, ദയയുള്ള. ആൻസർ ഓപ്ഷൻ ബി ഫണി. 2. ഷീ ക്രൈഡ് കൗപ്പിയസ് ടീയേഴ്സ് വെൻ ഷീ ലോസ്റ്റ് ഹെർ ന്യൂ ഷൂസ്. അവളുടെ പുതിയ ഷൂസ് നഷ്ടപ്പെട്ടപ്പോൾ അവൾ കോപ്പിയസ് ടീയേഴ്സ് കരഞ്ഞു. കോപ്പിയസ് എന്ന വാക്കാണ് ഇറ്റാലിക്സിൽ ഉള്ളത്. ഇതിൻ്റെ അർത്ഥം ധാരാളം അല്ലെങ്കിൽ വളരെയധികം എന്നാണ്. ടീയേഴ്സ് കണ്ണീരാണ്. ക്രൈഡ് കോപ്പിയസ് ടീയേഴ്സ് എന്നാൽ വളരെയധികം കരഞ്ഞു എന്നാണ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ വാസ്റ്റ്, വളരെ വലിയ. ഓപ്ഷൻ ബി കോപ്പിയിങ്, കോപ്പി ചെയ്യുന്ന. ഓപ്ഷൻ സി പ്ലൻറ്റിഫുൾ, ധാരാളം. ഓപ്ഷൻ ഡി മെസ്സി, കൂടിക്കുഴഞ്ഞ, അലങ്കോലമായ. പുസ്തകത്തിലുള്ള ആൻസർ ഓപ്ഷൻ സി പ്ലെൻറ്റിഫുൾ ആണ്. എന്നാൽ ഓപ്ഷൻ എ വാസ്റ്റും നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. സാധാരണ സ്ഥലത്തെപ്പറ്റി പറയാനാണ് വാസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ അളവിനെയും എണ്ണത്തെയും ഒക്കെ കാണിക്കാനും ഈ വാക്ക് യൂസ് ചെയ്യാം. 3. They burnt the effigy of the despot in the town square. അവർ ആ സ്വേച്ഛാധിപതിയുടെ എഫിജി ടൗൺ സ്ക്വയറിൽ വെച്ച് കത്തിച്ചു. എഫിജി എന്ന വാക്കാണ് ഇവിടെ ഇറ്റാലിക്സിലുള്ളത്. കോലം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ ഡമ്മി, ആൾ രൂപം. ഓപ്ഷൻ ബി പോസ്റ്റർ,
ഓപ്ഷൻ സി റിഫ്ലക്ഷൻ പ്രതിബിംബം. ഓപ്ഷൻ ഡി സ്റ്റാച്യു പ്രതിമ. ആൻസർ ഓപ്ഷൻ എ ഡമ്മി. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള ഫ്രേസിന് യോജിക്കുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക. 4. ഫാമിലീസ് ഓഫ് സ്മോൾ പെസ്റ്റ് ലൈക്ക് റാറ്റ്സ് ഇൻഹാബിറ്റഡ് ദ സ്റ്റുഡിയോസ്. സ്മോൾ പെസ്റ്റ് ലൈക്ക് റാറ്റ്സിൻ്റെ കുടുംബങ്ങൾ ആ സ്റ്റുഡിയോകളിൽ വസിച്ചിരുന്നു. സ്മോൾ പെസ്റ്റ് ലൈക്ക് റാറ്റ്സ് എന്ന ഫ്രേസാണ് ഇറ്റാലിക്സിൽ ഉള്ളത്. എലികളെ പോലെയുള്ള ചെറിയ ജീവികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒറ്റ വാക്കാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ എ റാഫ്റ്റേഴ്സ്, കഴുക്കോലാണ്. വീടിൻ്റെ മേൽക്കൂരയുടെ ഇരുവശങ്ങളിലേക്കും ചരിച്ചു വെക്കുന്ന തടിയെയാണ് നമ്മൾ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി റോഡൻസ്, എലിവർഗത്തിലുള്ള ജീവികൾ. ഓപ്ഷൻ സി കനൈൻസ്, നായവർഗത്തിൽപ്പെടുന്ന ജീവികൾ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്, മേൽ പറഞ്ഞവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി റോഡൻസ്. 5. സത്യജിത് റായ് ഈസ് എ വേൾഡ് ഫേമസ് ബംഗാളി ഫിലിം ഡയറക്ടർ who is involved in all the audio visual elements of his films. സത്യജിത് റായ് ലോകപ്രശസ്തനായ ഒരു ബംഗാളി ഫിലിം ഡയറക്ടർ who is involved in all the audio visual elements of his films ആണ്. ഇവിടെ ഫിലിം ഡയറക്ടർ who is involved in all the audio visual elements of his films എന്ന ഫ്രേസാണ് ഇറ്റാലിക്സിലുള്ളത്. ഓഡിയോയുടെയും വീഡിയോയുടെയും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഫിലിം ഡയറക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒറ്റ വാക്ക്. ഓപ്ഷൻ എ പ്രൊഡ്യൂസർ, നിർമ്മാതാവ്. ഓപ്ഷൻ ബി ആക്ടർ, അഭിനേതാവ്. ഓപ്ഷൻ സി ഓതർ, എഴുത്തുകാരൻ. ഓപ്ഷൻ ഡി ഓറ്റർ, സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഡയറക്ടർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഓറ്റർ. ഇനി അടുത്ത ചോദ്യങ്ങൾ. ഫൈൻഡ് ദി ആൻറ്റണിംസ് ഓഫ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിലുള്ള വാക്കുകളുടെ ആൻറ്റണിംസ് അഥവാ വിപരീതം കണ്ടെത്തുക. 6. February 14 was set as a tentative date for the wedding. വിവാഹത്തിനുള്ള ടെൻറ്റേറ്റീവ് ഡേറ്റായി ഫെബ്രുവരി 14 ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ടെൻറ്റേറ്റീവ് എന്ന വാക്കാണ് ഇവിടെ ഇറ്റാലിക്സിലുള്ളത്. സാധ്യതയുള്ള അല്ലെങ്കിൽ താൽക്കാലികമായ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ ടെമ്പററി, താൽക്കാലികമായ. ഓപ്ഷൻ ബി ഫൈനൽ, അവസാനത്തെ അല്ലെങ്കിൽ ഉറപ്പുള്ള. ഓപ്ഷൻ സി കാഷ്വൽ, യാദൃച്ഛികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ സാധാരണമായ. ഓപ്ഷൻ ഡി കൺവീനിയൻറ്റ്, സൗകര്യപ്രദമായ. ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ഫൈനൽ. 7. ഐ മസ്റ്റ് സേ യു ലുക്ക് വെരി അർബൈൻ ഇൻ ദിസ് സ്യൂട്ട്. ഈ സ്യൂട്ടിൽ നീ വളരെ അർബൈനായി കാണപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞേ മതിയാകൂ. അർബൈൻ എന്ന വാക്കാണ് ഇറ്റാലിക്സിലുള്ളത്. പരിഷ്കാരിയായ, ഭംഗിയുള്ള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ എലഗൻറ്റ്, ഭംഗിയുള്ള. ഓപ്ഷൻ ബി സ്ലോ. ഓപ്ഷൻ സി ക്രൂഡ്, പരിഷ്കാരമില്ലാത്ത അല്ലെങ്കിൽ അപരിഷ്കൃതമായ. ഓപ്ഷൻ ഡി ഫൂളിഷ്, വിഡ്ഢിയായ. ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ക്രൂഡ്. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഫൈൻഡ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദി ഇഡിയംസ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിലുള്ള ഇഡിയംസിൻ്റെ അഥവാ ശൈലികളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. 8. ദ ഡയറക്ടർ സ്ട്രെയിൻഡ് എവറി നെർവ് ടു ഗെറ്റ് ദ റൈറ്റ് ആംബിയൻസ് ഫോർ ദ ഷോട്ട്. ഷോട്ടിനുള്ള ശരിയായ അന്തരീക്ഷം ഒരുക്കുന്നതിനായി ഡയറക്ടർ സ്ട്രെയിൻഡ് എവറി നെർവ്. സ്ട്രെയിൻഡ് എവറി നെർവ് ആണ് ഇറ്റാലിക്സിലുള്ളത്. പരമാവധി ശ്രമിക്കുക എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ മെയ്ഡ് ദി അറ്റ്മോസ്റ്റ് എഫേർട്ട്, മാക്സിമം ശ്രമിച്ചു. ഓപ്ഷൻ ബി സ്പ്രെയിൻഡ് ഹിസ് നെർവ്, അയാളുടെ നാഡി ഉളുക്കി, നാഡീ ഞരമ്പുകൾ വലിഞ്ഞു. ഓപ്ഷൻ സി ഗോട്ട് നെർവസ്, ടെൻഷൻ അടിച്ചു. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്, മേൽ പറഞ്ഞവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ എ മെയ്ഡ് ദി അറ്റ്മോസ്റ്റ് എഫേർട്ട്. 9. When Ron said he lost his report card, his mother smelt a rat. റിപ്പോർട്ട് കാർഡ് പോയെന്ന് റോൺ പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ സ്മെൽറ്റ് എ റാറ്റ്. സ്മെൽറ്റ് എ റാറ്റ് ആണ് ഇവിടെ ഇറ്റാലിക്സിൽ ഉള്ളത്. പന്തികേട് തോന്നുക എന്നാണ് ഈ ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ എ ഫൗണ്ട് എ റാറ്റ് ഇൻ ഹിസ് ബാഗ്, അവൻ്റെ ബാഗിൽ ഒരു എലിയെ കണ്ടു. ഓപ്ഷൻ ബി തോട്ട് ദാറ്റ് എ റാറ്റ് എയ്റ്റ് ഇറ്റ്, ഒരു എലി അത് തിന്നു എന്ന് കരുതി.
ഓപ്ഷൻ സി സസ്പെക്റ്റഡ് ഫൗൾ പ്ലേ, പന്തികേട് തോന്നി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്, മേൽ പറഞ്ഞവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി സസ്പെക്റ്റഡ് ഫൗൾ പ്ലേ. 10. Find the meaning of the word hindrance from the passage given above and use it in a sentence of your own. മുകളിൽ കൊടുത്തിരിക്കുന്ന പാസേജിൽ നിന്ന് ഹിൻഡ്രൻസ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ടെത്തുക. എന്നിട്ട് ആ വാക്ക് നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ ഉപയോഗിക്കുക. ഹിൻഡ്രൻസിന്റെ അർത്ഥം ഒബ്സ്റ്റക്കിൾ, അതായത് തടസ്സം എന്നാണ്. നമുക്കൊരു സെന്റൻസ് നോക്കാം. ഹി കംപ്ലീറ്റഡ് ദ വർക്ക് വിത്തൗട്ട് ഹിൻഡ്രൻസ്, തടസ്സമില്ലാതെ അവൻ ജോലി പൂർത്തിയാക്കി. ഇത്രയുമാണ് പ്രാക്ടീസ് എക്സസൈസസ്. ഇനി നമുക്ക് യൂണിറ്റിലെ പ്രധാന വേർഡ്സും ഫ്രേസസും നോക്കാം. ആദ്യം എക്സസൈസിലെ വേർഡ്സ് നോക്കാം. വേർഡ്സ്: ഹാലോഡ്, ഇൻവെൻറ്റീവ്, ഷോഡിനസ്, ഷാബിനസ്, പ്രൈവേഷൻ, ടാറ്റേഡ്, പിറ്റഡ്, ഇക്കണോമിക്കൽ, ഹിൻഡ്രൻസ്. ഫ്രേസ്: പ്ലഞ്ച് ഹെഡ്ലോങ് ഇൻടു. ഇനി പ്രാക്ടീസ് എക്സസൈസസിലെ വേർഡ്സും ഇഡിയംസും നോക്കാം. വേർഡ്സ്: ഹിലേറിയസ്, കൗപ്പിയസ്, എഫിജി, റോഡൻസ്, ഓട്ടർ, ടെൻഡറ്റീവ്, എർബെയിൻ. ഇഡിയംസ്: സ്ട്രെയിൻഡ് എവറി നെർവ്, സ്മെൽറ്റ് എ റാറ്റ്. ഇത്രയുമാണ് യൂണിറ്റ് 5. ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്